ഹലോ, നമുക്കൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കിയാലോ? ഞാൻ ഇഞ്ചി ചെയ്യണേന്ന് വെച്ചാൽ ഇഞ്ചിയുടെ തൊലി മാത്രമേ നമ്മൾ കളയണുള്ളൂ. ഇഞ്ചി നല്ല വട്ടത്തിൽ അരിഞ്ഞ് നൈസായിട്ട് അരിഞ്ഞിട്ട് എണ്ണയിൽ വറുത്ത് മാറ്റിയിട്ട് നമ്മൾ നല്ല ഭസ്മം പോലെ പൊടിച്ചെടുക്കുക. അത്ര ഭസ്മൊന്നും ആവില്ല, എന്നാൽ നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ വറുത്തരയുടെ കൂട്ടുണ്ട്. ഞാൻ തേങ്ങയിലേക്ക് തന്നെ നമ്മുടെ കാശ്മീരി മുളകും വറ്റൽമുളകും ഒക്കെ മുറിച്ചിടാറാണ് പതിവ്. പ്രത്യേകിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയൊന്നുമില്ല. അപ്പം ഞാൻ ഈ ഇഞ്ചി വറുത്ത എണ്ണ തന്നെയാണ് നമുക്ക് വറുത്തരക്കാനായിട്ട് എടുത്തത്. അപ്പം ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ ആ എണ്ണയിൽ ഉണ്ടാകും. നമ്മുടെ വറുത്തര നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല വെണ്ണ പോലെയായി. അപ്പം അതിലേക്ക് പൊടിച്ച് വെച്ച നമ്മുടെ ഇഞ്ചിയുടെ പൊടി അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ച് നല്ല മിക്സ് ചെയ്തെടുത്ത് പിന്നെ പതിവ് പോലെ നമ്മുടെ വാളംപുളി പിഴിഞ്ഞൊഴിച്ചതും അതുപോലെ തന്നെ ഇറക്കാൻ നേരത്ത് ശർക്കരപ്പൊടിയും പിന്നെ ഇത്തിരി കായപ്പൊടിയും ഒക്കെ ഇട്ടായിരുന്നു. പിന്നെ ഉലുവയും കടുവെല്ലാം നമ്മൾ വറുത്ത് താളിച്ചിട്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്യണേന്ന് വെച്ചാൽ അവർ ഇഞ്ചി കുത്തിച്ചതച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരാണ് എടുക്കാറുള്ളത്. അടിയിൽ കാരം കിടക്കുമെന്നാണ് പറയണത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയല്ല. ഞാൻ എൻ്റെ കുഞ്ഞിലേ തൊട്ടേ കണ്ടേക്കണത് എൻ്റെ മമ്മി അമ്മുമ്മയൊക്കെ ഉണ്ടാക്കണത് ഈ രീതിയിലാണ്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഈ ഇഞ്ചിക്കറിയാണ്. ഇങ്ങനെ വെണ്ണ പോലെ ഇരിക്കുകയും നമ്മളിങ്ങനെ വായിലോട്ട് വെക്കുമ്പോഴേക്കും